സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെ. സഹാബത്ത് മുഴുവനും പറഞ്ഞു, നബിയെ പറഞ്ഞതാ നബിയെ. സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം, വേണോ? വേണം നബിയെ. സഹാബത്തിനോട് പറഞ്ഞുകൊടുത്തു, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കിടക്കുന്ന ഒരു പൊടിയെടുത്ത് നീ വെളിയിൽ കളഞ്ഞ അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് പള്ളിയിലെ മുഅദ്ദിനെടുക്കട്ടെ എന്നല്ല, നിന്റെ കണ്ണി കണ്ട നീ എടുത്തു കള. സഹാബത്തിന് വലിയ സന്തോഷമായി. രണ്ടാമത്തെ ചോദ്യം, നരകത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. അള്ളാഹുവെ, സഹാബത്തിന്റെ എല്ലാവരും ഉണ്ടായിരിക്കുക. സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പവഴി ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു പറയാൻ. നരകത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി പറയട്ടെ. കുറച്ചുപേരും ഉണ്ടാതിരുന്നു. കുറച്ച് സഹാബത്ത് പറഞ്ഞു, നബിയെ പറഞ്ഞതാ നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആനിലെ ഒരു ആയത്ത് പഠിച്ചിട്ട് മറന്നാ മതി, നരകത്തിലേക്ക് എളുപ്പം പോകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കളിയാണെന്ന് വിചാരിച്ചോ? മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഏറ്റവും കുറഞ്ഞത് മദ്രസയിൽ വല്ലുഹായിക്ക് ഒരു ജുസുവൊക്കെ പോകട്ടെ. ആ വല്ലുഹായിക്ക് താഴെയുള്ള അല്ലെങ്കിൽ അലന്തറയ്ക്ക് താഴെയുള്ള ഒരു 10 സൂറത്തെങ്കിലും എല്ലാ മദ്രസകളിലും കാണാതെ പഠിപ്പിക്കുമല്ലോ, സമസ്തയിലൊക്കെ പഠിപ്പിക്കുമല്ലോ. എത്ര എണ്ണം മറന്നുപോയി സഹോദര? ഓർമ്മയുണ്ടോ? വീട്ടിൽ പോയിട്ട് പഠിക്കട ചങ്ങാതി. നരകത്തിലടാ. ഒരൊറ്റ സൂറത്ത് മറന്നുപോയി, ഒരു സൂറത്തല്ല, ഒരു ആയത്ത് നീ മറന്ന നരകത്തില. അള്ളാഹു നമുക്ക് ഓർമ്മശക്തി നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഓർമ്മശക്തി നൽകുമാറാകട്ടെ.